അയ്യ വണക്കം. ഇതാണ് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നത്. യുദ്ധമുണ്ടാകും, അങ്ങോട്ടേക്ക് പോകരുത് എന്ന്. അതായത് ഇന്ത്യൻ സർക്കാർ, അതായത് കേന്ദ്ര സർക്കാരും പറഞ്ഞു, പിന്നെ എന്നെപ്പോലുള്ള പല ചാനലുകാരും ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. അതായത് യുദ്ധം ഉടനെ ഉണ്ടാകും, ഇറാനെ അമേരിക്ക അടിക്കും, ഇസ്രായേൽ വന്ന് ഇറാനെ അടിക്കും, GCC രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ എന്ത് ചെയ്യും, ബോംബ് വാരി വർഷിക്കും. അപ്പോൾ ഇവിടെയുള്ള കുറേ ആൾക്കാർ പറഞ്ഞത് യുദ്ധമൊന്നും ഉണ്ടാവില്ല, ഞാൻ വെറും കിഴങ്ങനാണ്, എൻ്റെ വാക്കൊന്നും കേൾക്കരുത്, യവനൊക്കെ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും കേൾക്കുമോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ യുദ്ധം ഉണ്ടായപ്പോഴോ, കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ്: യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, യുദ്ധ കൊതിയനാണോ നീ യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവനാണോ, നീ രക്തദാഹിയായിട്ടുള്ള ഡ്രാക്കുളയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമൻറ്റ് വരുന്നത്. ഇവന്മാരോട്ടൊക്കെ ഞാൻ എന്ത് പറയാനാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തായിരുന്നാലും യുദ്ധം ഇനിയും ഉണ്ടാകും. ഇപ്പോൾ അതിൻ്റെ താഴെ കഴിഞ്ഞ വാർത്തയിൽ ഞാൻ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉടനെ ഉണ്ടാകുമെന്ന്. ഉടനെ കുറേ എണ്ണം വന്ന് പറയുന്നത് തള്ളാണ്, ഇതൊന്നും ഉണ്ടാവാൻ പോണില്ല, ഇവൻ തള്ളയാണെന്നും. ശരി, തള്ളയാണെങ്കിൽ തള്ളിക്കൊണ്ടിരിക്കുക ഇനി വരുമ്പം, അത് മാത്രമേ പറയാനുള്ളൂ. കരസേനാ മേധാവി ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാവും, 5 വർഷമായിരിക്കും ഇനി ആ യുദ്ധം നീണ്ടു നിൽക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി മോദി ഇസ്രായേലിൽ പോയല്ലോ, ഇസ്രായേലിൽ പോയി നെതന്യാഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് തിരിച്ച് വന്ന ഉടനെ തന്നെ അടി തുടങ്ങി. അതായത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടി തുടങ്ങി, അത് കഴിഞ്ഞ് ഇസ്രായേലും ഇറാനും തമ്മിൽ അടി തുടങ്ങി. അങ്ങനെ അവിടെ ഇവിടെ എല്ലാം അടിയാണ്. ഇറാനാണെങ്കിൽ 8 രാജ്യങ്ങളെയാണ് ഒരുമിച്ച് എടുത്തിട്ട് അടിച്ച് തുലയ്ക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇസ്രായേലാണെങ്കിൽ 10-20 വിമാനങ്ങളെ ഇറാൻ തളയ്ക്കാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ഉറപ്പായിട്ടും പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ്റെ പിറകിൽ ഇന്ത്യയാണെന്ന്. അസീം മുനീർ എന്ന് പറയുന്ന ലോക തച്ചോളി ഉദയനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാന് പിറകിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ബെൻസാണ്, നമ്മൾ വെറും ചരക്ക് ലോറിയാണ്. ബെൻസിലൊരു ചരക്ക് ലോറി വന്ന് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നിനക്കൊക്കെ അറിയാലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവൻ പറഞ്ഞുകൊണ്ടിരിക്കണം. അടി ഉണ്ടാകും, അതിൽ യാതൊരു സംശയമില്ല. ഈ വാർത്തകളുടെ അന്തരാളങ്ങളിലേക്ക് ഊളിയിട്ട് അനർഘ ഇങ്ങനെ ബ്ലും എന്ന് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിയുമ്പം കൊണയടിക്കാതെ കേട്ടോണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മഞ്ഞിലായിട്ടുള്ള ആൾക്കാരോടല്ല, ചില സുഡാപ്പികളായിട്ടുള്ള കമ്മികളായിട്ടുള്ള കുറേ വേട്ടാവളിയന്മാർ ഈ ഏരിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് 11:15 രാവിലെ 11:15 ബിഗ് ബോസിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞാലോ, രാവിലെ 11:15 പടിഞ്ഞാറൻ ടെഹ്റാനിൽ 2 ബോംബ് സ്ഫോടനങ്ങൾ. അങ്ങനെ 2 ബോംബ് സ്ഫോടനം പടാന്ന് പടിഞ്ഞാറൻ ടെഹ്റാനിലുണ്ടായിരിക്കുകയാണ്. ടെഹ്റാനാണെങ്കിൽ ഞെട്ടി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ലോക മാധ്യമങ്ങളെല്ലാം ഈ സിറ്റുവേഷൻ ഹൈ ടെൻഷൻ മോഡെന്ന് പറഞ്ഞ് എസ്കലേറ്റ് ചെയ്യുന്നു. അവസാനം ഇറാൻ ഇതാ ഉറപ്പിക്കുന്നു, ഇസ്രായേൽ ഇതാ ഞങ്ങളെ ആക്രമിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു ശ്വാസം എടുക്കാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പേ അതാ വീണു ഖമനേയിയുടെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇസ്രായേലിൻ്റെ ബോംബ് ബുഡും എന്ന് പറഞ്ഞു. ഖമനേയി ആ സമയം കൊണ്ട് ഇറങ്ങി ഓടി ബങ്കറിൽ കയറിയുകൊണ്ട് ഖമനേയി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇസ്രായേലിൻ്റെ ബോംബ് ഇറാൻ്റെ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിലും വീണു, ഖമനേയിയുടെ വസതിയിലും വീണു. അങ്ങനെ ചറ എന്ന് ബോംബ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. 11:15 അങ്ങനെ 12:30 ഇസ്രായേൽ സൈന്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇറാൻ ഇതാ തിരിച്ചടിക്കാൻ പോകുന്നു. അടിയന്തരാവസ്ഥ എത്രയും വേഗം പ്രഖ്യാപിച്ചോളൂ, സ്കൂളുകളും കോളേജുകളും എല്ലാം അടച്ചുപൂട്ടിക്കോളൂ, ആരും ഒത്തുചേരരുത്, എല്ലാവരും ബങ്കറിൽ കയറാനായിട്ട് തയ്യാറായിരിക്കണം. നമ്മൾ സൈറൻ മുഴക്കുമ്പോൾ ഓടി ബങ്കറിൽ കയറിക്കൊള്ളാം. പോരാത്തതിന് യാതൊരുവിധ മുൻകരുതലുകളുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത്, യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തോളം IDF ബാക്കി പറയും, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ബാക്കി പറയും എന്നവർ പറയുന്നു. അങ്ങനെ അവർ ജാഗ്രതയോടുകൂടി കാത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അപ്പുറത്ത് നിന്നുകൊണ്ട് വേട്ടാവളിയനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് കണാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 12:38 ടെഹ്റാൻ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ വീണ്ടും സ്ഫോടനമുണ്ടായി. ഇസ്രായേൽ ഇങ്ങനെ സ്ഫോടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെഹ്റാന് മുകളിൽ തീ മഴ ഇങ്ങനെ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു സ്കൂളുണ്ടെന്നും ആ സ്കൂളിൽ അടിച്ചുവെന്നും ആ സ്കൂളിൽ 60-70ഓളം കുട്ടികളുണ്ടായിരുന്നുവെന്നും അവർ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും അതിനുശേഷം പുറത്തു വരുന്നു. 1:05 ഇറാൻ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നതായിട്ട് ഡൊണാൾഡ് ട്രംപ് മണത്തറിയുന്നു. ഇറാൻ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നത് എങ്ങോട്ടാണ്? അമേരിക്കയുടെ വ്യോമത്താവളങ്ങളിലേക്കാണ് തിരിച്ചടിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. 1:20 ആണവ ഭീഷണി ഇല്ലാതാക്കും, ഇറാനെ ആണവായുധം പ്രയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അത് ഞങ്ങൾ ഇല്ലാതാക്കും. അതില്ലാതാക്കുമെന്ന് മാത്രമല്ല ഭരണമാറ്റം നടത്തും, അമേരിക്കയെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. അഴുക്ക പുല്ല്, ഒരു പെങ്കൊച്ചിനെ 13 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചിട്ട് അമേരിക്കയിൽ പ്രതിഷേധം ഉയർന്നപ്പോൾ അവൻ ഇറാനെ അടിക്കുക ഇറങ്ങിയിരിക്കണം. അവൻ്റെയൊക്കെ ആസനത്തിൽ കൂടെ കുന്തം കയറ്റാണ് വേണ്ടത്. എന്തായിരുന്നാലും ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പറയുന്നു. എന്നിട്ട്
ഈ ഓപ്പറേഷൻ ഒരു പേരിടുന്നു, ഓപ്പറേഷൻ ലയൺസ് റോർ. അങ്ങനെ ആ പേരിടുന്നു. പേരിട്ട് കഴിഞ്ഞ ശേഷം 1:30 ലെബനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. ആദ്യം ഇറാനെ അടിച്ചു, പിന്നെ ലെബനിലേക്ക് ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുന്നു. ലെബനിലെ ഹിസ്ബുള്ള താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ്റെ ആക്രമണം ചറപറ എന്നുണ്ടാകുന്നു. 1:50 ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ മുകളിലേക്ക് തീ മഴ പോലെ പറന്നിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. തുറക്കട അയൺഡോം, തുറക്കട താടെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ അയൺഡോമും താടുമെല്ലാം വച്ചെങ്കിലും ടെൽ അവീവിലേക്ക് പല മിസൈലുകളും വന്ന് പതിച്ചുവെന്ന് ഇസ്രായേലിനെ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ പല സുഡാപ്പി മാധ്യമങ്ങളും പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ പറയുന്നത് അങ്ങനെ പതിച്ചിട്ടില്ല, എല്ലാം ഞങ്ങൾ തടുത്തുവെന്നാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ മറ്റു പല സ്ഥലത്തും വടക്കൻ ഇസ്രായേലിൽ പല സ്ഫോടനങ്ങൾ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അൽ ജസീറ അടക്കമുള്ള സുഡാപ്പികളുടെ ആസനം താങ്ങുന്ന മാധ്യമങ്ങൾ വാർത്തയടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ടൈംസ് ഓഫ് ഇസ്രായേൽ എല്ലാം പറയുന്നത് താടും അയൺഡോമും ചേർന്ന് ഈ മിസൈൽ ആക്രമണമെല്ലാം ശക്തമായി എതിർത്തു, അതിനെയെല്ലാം തുടച്ചു നീക്കി എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇസ്രായേലിനെ ഇറാൻ അടിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരണം. 2:15 വടക്കൻ ഇസ്രായേലിൽ സ്ഫോടനങ്ങളുണ്ടായി. 2:45 വിവിധ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള സൂചന കിട്ടി. ഇറാൻ ഇത് അടിക്കാൻ പോകുന്നു, എത്രയും വേഗം വിമാന സർവീസുകളെല്ലാം നിർത്തിവച്ചോളൂ. അതോടുകൂടി വിമാനത്താവളത്തിൽ ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ കുടുങ്ങി. ഇനി എപ്പോൾ ഇത് തുറക്കുമെന്നൊന്നും യാതൊരുവിധ ഐഡിയയുമില്ല. അങ്ങനെ സമ്പൂർണ്ണമായി ഞാനത് എടുത്തു പറയുന്നില്ല ഏതൊക്കെയാണ്, എല്ലാ വിമാനത്താവളങ്ങളെയും സകല സർവീസുകളും നിർത്തിവച്ചു. അങ്ങനെ 3:02 ഖത്തറിന് മുകളിലൂടെ ഇറാൻ്റെ മിസൈൽ പറന്നു വരുന്ന കാഴ്ച കണ്ടു. പക്ഷേ പാട്രിയറ്റ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഖത്തറിൻ്റെ മുകളിലൂടെ പറന്ന് ഇറാൻ്റെ മിസൈലിനെ തകർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് നീന്നില്ല. 3:04 ബഹ്റിനിൽ സ്ഫോടനം. 3:16 US നേവി 5-ാം കപ്പൽ പടയ്ക്ക് നേരെ ആടി എന്ന് ബഹ്റിൻ സ്ഥിരീകരിച്ചു. 3:17 കുവൈറ്റി സ്ഫോടനം. 3:18 UAE സ്ഫോടനം. 3:23 ഖത്തർ, കുവൈറ്റ്, UAE വ്യോമാതിർത്തിയെല്ലാം അടച്ചു. 3:39 ദോഹയിൽ സ്ഫോടനം. 3:51 റിയാദിൽ ഉഗ്ര സ്ഫോടനം സൗദിയിലെ. അങ്ങനെ സകല സ്ഥലത്തും സ്ഫോടനം തന്നെ. അങ്ങനെ GCC ഒരു കൊലക്കളമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇതുകൊണ്ടൊന്നും തീരില്ല എന്ന് ഇറാൻ പറയുമ്പോൾ ഇറാനെ തളയ്ക്കാനായി ഇതാ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആണവായുധങ്ങൾക്ക് ഞങ്ങൾ നാശം വിതയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് നെതന്യാഹു വലിയ രീതിയിൽ വാചാലനാകുമ്പോൾ, ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ മിഞ്ഞാരം സിനിമയിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ, അതായത് തിലകൻ വാളും കൊണ്ട് വരുമ്പോൾ ഡോറിൻ്റെ അടുത്ത് നിന്ന് തുറക്കൂലടാ പട്ടി, ഐ നോ ഓപ്പൺ എന്ന് പറയുന്ന ആളെപ്പോലെ ഖമനേയി അപ്പുറത്ത് നിന്ന് ചത്താലി എൻ്റെ ഈ ഭരണം വീഴിലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഖമനേയി വലിയ രീതിയിൽ കോലാഹലങ്ങൾ, ആക്രോശങ്ങൾ മുഴക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമുക്കെന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെക്കിട്ട് കയറാനായി ഒരുങ്ങുകയാണ്. ആ സമയത്ത് നരേന്ദ്രമോദിയോട് നീക്ക് എന്ത് എന്നെ മെക്കിട്ട് കയറുന്നത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ ആരോടെങ്കിലും ഇത്തിരി ഗുണ്ടായുസം കാണിച്ചോട്ടെ പരമുള്ളേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കോൺഗ്രസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെക്കിട്ട് കയറുകയാണ്. ഇത്രയും വലിയ നരാധമനായിട്ടുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന അഴുക പുലിനെയാണോ കഴിഞ്ഞ ദിവസം പോയി കെട്ടിപ്പിടിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി? ഇന്ത്യൻ ജനങ്ങളോട് മാപ്പ് പറയണം, ഇന്ത്യ പാലസ്തീൻ എഴുതി കൊടുക്കണം, ഇന്ത്യ ലെബനിലോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഓരോരോ വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഇതുവരെയാണ് സ്റ്റോറി നിൽക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഒരു ഗംഭീര യുദ്ധമാണ് നടക്കാൻ പോകുന്നത്, അതായത് പൊടിപാറുന്ന അടിയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് രാത്രി യു എ ഇടപെടണമെന്ന് പറയുമ്പോൾ UAE പറയുന്നു ഞങ്ങൾക്ക് അടിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നു. അപ്പുറം ഇപ്പുറമുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അതിൻ്റെ കൂടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടെ കിടന്ന് അടിക്കുന്നു. ചൈന ഈ ഗ്യാപ്പിൽ തായ്വാനിൽ കയറുമെന്നാണ് ഒരു ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് ജപ്പാൻ നിൽപ്പുണ്ടല്ലോ, ജപ്പാനിൽ അടിക്കുമെന്നുള്ളൊരു ഡൗട്ടുണ്ടല്ലോ. അതേസമയം ഈ അവസരം മുതലെടുത്തുകൊണ്ട് യുക്രൈനെ സമ്പൂർണ്ണമായിട്ട് റഷ്യ തീർക്കുമോ എന്ന ആലോചനയെ നിൽക്കുമ്പോഴാണ് അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം റഷ്യ ഇപ്പോൾ ഇറാനെ സംരക്ഷിക്കാനായിട്ട് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അമേരിക്കയും റഷ്യയും എന്തായാലും അടിക്കാൻ സാധ്യതയില്ല. ഇവന്മാർ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം റഷ്യ അമേരിക്കയ്ക്ക് പേടിയാണ്, അമേരിക്ക റഷ്യയ്ക്കും പേടിയാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാകിസ്ഥാനെ എപ്പോൾ കയറി അടിക്കും? ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനൊരു യുദ്ധക്കുതിയനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? ഒരിക്കലുമല്ല. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണ് ഞാൻ. അബ്ദുൽ കലാമിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നമുക്കെന്തിനാണ് ന്യൂക്ലിയർ വെപ്പൺ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ കലാം ഒരു കാര്യം പറഞ്ഞു. ഒരു രാജ്യം സുസ്ഥിരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ രാജ്യത്ത് പീസ് വേണം. എന്നാൽ പീസ് എന്ന് പറഞ്ഞാൽ മറ്റേ പീസല്ല, പീസ് സമാധാനം. ആ സമാധാനം വേണമെങ്കിൽ സമാധാനം എങ്ങനെയാണ് വരുന്നത്? പീസ് കംസ് ത്രൂ പവർ. അതായത് പവറിലൂടെ മാത്രമേ സമാധാനം വരികയുള്ളൂ. ഉണ്ണാക്കനായിരുന്നാൽ അല്ലെങ്കിൽ വെറും മൊണ്ണയായിരുന്നാൽ എല്ലാവരും മണ്ടയിൽ വന്ന് കൊട്ടിയിട്ട് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് അടിയെങ്കിൽ അടി, പിടിയെങ്കിൽ പിടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി.